ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താ മക്കളെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? നമ്മുടെ ഫിനാൻഷ്യൽ എലമെന്റുകളെ പറ്റിയിട്ടാണല്ലേ. ഫിനാൻഷ്യൽ എലമെന്റ് എന്താന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്, എവിടെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് പറഞ്ഞു, പിന്നെ അതെങ്ങനെ മെഷർ ചെയ്യുന്നത് പറഞ്ഞു ഇല്ലേ. ഇനി വാട്ട് ഈസ് മെഷർമെന്റ്? എന്താ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ, മെഷർമെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഫിനാൻഷ്യൽ എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ മോണിറ്ററി വാല്യൂ, അതിന്റെ എമൗണ്ട് എത്രയാണ് ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറഞ്ഞിരുന്നത്? മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെഷർമെന്റ് ക്രൈറ്റീരിയ, അതായത് ഓരോ ഐറ്റംസ് നമ്മളിവിടെ പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസറ്റുകൾ പറയുന്നുണ്ട്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് എൻറ്റിറ്റിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസറ്റ്സ്, ഏതൊക്കെയാണ് അസറ്റുകൾ ഉണ്ടാവുക, അത് ഏത് കോസ്റ്റിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എന്ത് ചെയ്യണത്, റെക്കഗ്നൈസ് ചെയ്യണത്, മെഷർ ചെയ്യണത് എന്നാ പറയണത്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ എന്താ പറയാൻ പോണത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫിനാൻഷ്യൽ എലമെന്റ് എന്താണ്, ഓരോ ഫിനാൻഷ്യൽ എലമെന്റുകളും എവിടെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, മെഷർമെന്റ് റെക്കഗ്നീഷൻ എന്താന്ന് പറഞ്ഞു, മെഷർമെന്റ് എന്താന്ന് പറഞ്ഞു. ഇനി ഓരോ ഫിനാൻഷ്യൽ അസറ്റ്സുകളും അല്ലെങ്കിൽ അസറ്റുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസറ്റുകൾ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, യെസ്, നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കുറേ ഡിഫറെന്റ് ടൈപ്സിന്റെ ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഫിനാൻഷ്യൽ അസറ്റുകൾ ഉണ്ട്, പ്രോപ്പർട്ടി, പ്ലാന്റ്, ഇക്വിപ്മെന്റ് അങ്ങനെയുണ്ട്, ഇൻറ്റാഞ്ചിബിൾ അസറ്റുകൾ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ബയോളജിക്കൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾ ഉണ്ട്, ദെൻ അസറ്റ് ഹെൽഡ് ഫോർ ഡിസ്പോസൽ, ഡിസ്പോസലിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അസറ്റുകൾ ഉണ്ട്, ഇൻവെന്ററി സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ്. എന്താ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയി പഠിക്കാനൊന്നും കേട്ടോ, ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോണേലും. ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഫിനാൻഷ്യൽ അസറ്റ്? അതായത് നമ്മൾ നമ്മുടെ ഷെയർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ ട്രേഡ് ചെയ്യുന്നത്, ഷെയർസ് ആവാം, ഡിബഞ്ചേഴ്സ് ആവാം, ബോൺസ് ആവാം, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയാം അല്ലേ. ആ ഫിനാൻഷ്യൽ അസറ്റുകൾ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യണത്? അതിന്റെ ഫെയർ വാല്യൂ. ഓക്കെ, ഒരു ഷെയറിന്റെ രൂപ 100 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ മെഷർ ചെയ്യുന്നത്? എന്തൊക്കെയാണ് 100 എന്നുള്ളതാണ് അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ 1000 രൂപ എന്നുണ്ടെങ്കിൽ 1000 ആണ് അതിന്റെ ഫെയർ വാല്യൂ ആണ് എന്ത്, നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റിന് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് മെഷർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ എന്താ പറയണത്? ഫസ്റ്റ് അസറ്റിന്റെ ടൈപ്പാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഓർ ഫിനാൻഷ്യൽ അസറ്റ്സ്. ഈ ഫിനാൻഷ്യൽ അസറ്റുകൾ അതിന്റെ ഫെയർ വാല്യൂയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, രേഖപ്പെടുത്തുന്നത്, റെക്കഗ്നൈസ് ചെയ്യണത്, മെഷർ ചെയ്യണത്. ഇനി രണ്ടാമത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് ഇക്വിപ്മെന്റ്. പ്രോപ്പർട്ടീസ്, പ്ലാന്റ്, ഇക്വിപ്മെന്റ്സ് അത്തരത്തിലുള്ള അസറ്റുകൾ നമ്മൾ എങ്ങനെയാണ് അതിന്റെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണത്? പർച്ചേസ് കോസ്റ്റ്. പർച്ചേസ് കോസ്റ്റ് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പൊ നമ്മൾ വാങ്ങുന്ന വില, ഒരു 10,000 രൂപയ്ക്ക് നമ്മൾ ഒരു മെഷീനറി അല്ലെങ്കിൽ ഒരു ഇക്വിപ്മെന്റ് വാങ്ങി, പർച്ചേസ് കോസ്റ്റ് എത്രയാ? 10,000 പ്ലസ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്, അതായത് അതിനെന്തെങ്കിലും അത് കൺസ്ട്രക്ട് ചെയ്യാൻ എന്തെങ്കിലും കോസ്റ്റ് റിക്വയർഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ്. ഒരു ഇക്വിപ്മെന്റ് ആണ് 10,000 രൂപയ്ക്ക് ഒരു ഇക്വിപ്മെന്റ്, അതിന് കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്ലസ് കോസ്റ്റ് ടു ബ്രിങ് ടു ലൊക്കേഷൻ. അതായത് നമ്മളിപ്പോൾ ഫോർ ഏറ്റവും മിനിമം ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ വിമൻ കോളേജ്. നമ്മുടെ കോളേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യണത്? ഇക്വിപ്മെന്റ് വാങ്ങണത്. അപ്പൊ ആ ഇക്വിപ്മെന്റ് വാങ്ങാൻ വേണ്ടി 10,000 രൂപ വേണ്ടി വന്നു, കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഇപ്പോൾ 1,000 രൂപ വേണ്ടി വന്നു. ദെൻ അത് നമ്മൾ കൊണ്ടുവരുന്നത് പാലക്കാട് നിന്നാണ് അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ നിന്നാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്നാണെങ്കിൽ അത് അവിടെ നിന്ന് നമ്മുടെ പട്ടാമ്പി വരെ എത്തിക്കാൻ വേണ്ട ലൊക്കേഷൻ കോസ്റ്റ്, അതായത് കോസ്റ്റ് ടു ബ്രിങ് ടു ലൊക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അവിടെ നിന്ന് കൊണ്ടുവരാൻ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് വരില്ലേ, അതിപ്പോൾ 1,000 രൂപയാണ് വരും. സോ ആ 1000 പ്ലസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അതായത് അതിപ്പോൾ ഇവിടെ ഇനീഷ്യലി അത് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ എന്തെങ്കിലും ചാർജസ് വരികയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് എക്സ്ട്രാ എക്സ്പെൻസ് വരില്ലേ. അല്ലെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനൊക്കെ വേണ്ടി വരുമ്പോൾ അതിന് ഇങ്ക് അല്ലെങ്കിൽ വേറെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എക്സ്പെൻസ് ഇൻ അഡീഷൻ പർച്ചേസിങ് കോസ്റ്റിന് പുറമെ വരില്ലേ. അതിനെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നുള്ളതിൽ മീൻ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടി വരിക?
ഒരു പ്രോപ്പർട്ടി, ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ അസറ്റ് അതാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഏത് കോസ്റ്റിലാണ് അതിന്റെ മോണിറ്ററി വാല്യൂ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? പർച്ചേസ് കോസ്റ്റ് പ്ലസ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് പ്ലസ് കോസ്റ്റ് ടു ബ്രിങ് ടു ലൊക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എത്രയാ? 10,000 പർച്ചേസിംഗ് കോസ്റ്റ്, 1000 കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ദെൻ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 1000. ഇനി ഓപ്പറേറ്റിംഗ് കോസ്റ്റും 1000 ആണെന്നുണ്ടെങ്കിൽ എത്ര വേണ്ടി വരും? 3000. 13,000 അല്ലേ? അപ്പോൾ നമ്മൾ വാങ്ങിയ എക്യുപ്മെന്റിന്റെ കോസ്റ്റ് എത്രയാണ് മക്കളെ? 13,000. ക്ലിയർ ആണോ? അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഫെയർ വാല്യൂയിലും അതേപോലെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ഇത്തരത്തിൽ പർച്ചേസ് കോസ്റ്റ് പ്ലസ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പ്ലസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അങ്ങനെയല്ലേ രണ്ടാമത്തെ ഐറ്റം പറഞ്ഞത്. ഇനി തേർഡ് വൺ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് പറഞ്ഞാൽ എന്താ? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ അസറ്റ് അല്ല. ഇപ്പോൾ ഫർണിച്ചർ, മെഷീനറി അതുപോലെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ല, ഇൻടാഞ്ചിബിൾ ആണ്. കോപ്പി റൈറ്റ്സ്, പാറ്റന്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതിനൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് ഓർഗനൈസേഷന്, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ നമ്മളൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ കോപ്പി റൈറ്റ് നമുക്കല്ലേ, അല്ലെങ്കിൽ അതിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നമുക്കല്ലേ, അതിന്റെ പാറ്റന്റ് അതൊക്കെ നമുക്കല്ലേ. അതായത് നമ്മളിലാണ് അതിന്റെ ഫുൾ റൈറ്റ് ഇരിക്കുന്നത്, അതിന്റെ ഓണർഷിപ്പ് ഇരിക്കുന്നത്. അത് വേറൊരാൾക്ക് അത് നമ്മുടെ കൺസെന്റ് ഇല്ലാതെ അത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത്തരം റൈറ്റ്സുകൾ, ട്രേഡ് മാർക്ക്, പാറ്റന്റ്, കോപ്പി റൈറ്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അത്തരം കാര്യങ്ങളാണ് ഏത് അസറ്റിൽ വരുന്നത്? ഇൻടാഞ്ചിബിൾ അസറ്റിൽ വരുന്നത്. ഈ ഇൻടാഞ്ചിബിൾ അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസ് കോസ്റ്റ് പ്ലസ് ഡെവലപ്മെന്റ് കോസ്റ്റ്, കോസ്റ്റ് ടു ബ്രിങ് ടു ലൊക്കേഷൻ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സും ഈ പറഞ്ഞ പോലെ അതിന്റെ പർച്ചേസ് കോസ്റ്റും അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റും, കോസ്റ്റ് ടു ബ്രിങ് ടു ലൊക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിനും എന്ത് വേണ്ടി വരുന്നത്? അതിന്റെ കോസ്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ ദ ഫോർത്ത് വൺ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ്. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് മീൻസ് ഒരു ബിസിനസ് എൻറ്റിറ്റി, ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനി ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിൽ അല്ലെങ്കിൽ ആ ഒരു വ്യൂവില് വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വ്യൂവിലുള്ള അസറ്റുകളെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. അത്തരം അസറ്റുകൾ മെഷർ ചെയ്യുന്നത്, മോണിറ്ററി വാല്യൂ മെഷർ ചെയ്യുന്നത് കോസ്റ്റ് ഇൻക്ലൂഡിങ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്നു, വിൽക്കുന്നു, അങ്ങനെയൊക്കെ ഇല്ലേ, ട്രേഡ് ചെയ്യപ്പെടുന്നത്. സോ അതിന്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഇപ്പൊ നമ്മൾ നാളെ നമ്മളിൽ നിന്ന് വേറൊരാൾക്ക് അത് കൈമാറ്റം ചെയ്യുമ്പോൾ, ട്രാൻസാക്ട് ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെലവ് വരും, അതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അതിന്റെ ഒറിജിനൽ കോസ്റ്റ് ഇപ്പോൾ 10,000 ആണ് വിചാരിക്കുക, പ്ലസ് നാളെ ഞാനത് വിൽക്കുമ്പോൾ എനിക്ക് 5,000 രൂപ എക്സ്പെൻസ് വരും, ബ്രോക്കറേജ്, കമ്മീഷൻ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു എക്സ്പെൻസ് വരും. ഒരു 5,000 രൂപ വേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 500 രൂപ വേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ എത്രയാണ്? 10,500 ആണ് അതിന്റെ കോസ്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഓക്കെ, ദ ഫിഫ്ത്ത് വൺ ബയോളജിക്കൽ അസറ്റ്സ് ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അറ്റ് ദ പോയിന്റ് ഓഫ് ഹാർവെസ്റ്റ്. അതായത് നമ്മൾ കൊയ്ത്തുകാർക്കൊക്കെ, അതായത് നമ്മളതിന്റെ വിളവെടുപ്പിലാണ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആണ്. അഗ്രികൾച്ചറൽ ബിസിനസ്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്ര ബിസിനസിന്റെ അസറ്റ് എന്താണ്? അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ അസറ്റുകളാണ്. സോ ഇത്തരം അസറ്റുകൾ നമ്മൾ മെഷർ ചെയ്യുന്നത് ഏത് കോസ്റ്റിലാണ്? ഫെയർ വാല്യൂ മൈനസ് കോസ്റ്റ് ടു സെൽ. എന്താ പറയുന്നത്? അതിന് ഒറിജിനൽ അല്ലെങ്കിൽ ഫെയർ വാല്യൂ എത്രയാണ്? 1,00,000 രൂപയാണ് ഫെയർ വാല്യൂ. കോസ്റ്റ് ടു സെൽ, വിൽക്കാൻ നമുക്ക് എന്ത് ചെലവ് വരുന്നു? അത് ഒരു 1,00,000 ഒരു 20,000 അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ബാക്കി 80,000 ആണ് എന്ത്? 80,000 ആണ് കോസ്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അസറ്റ്സ് ഹെൽഡ് ഫോർ ഡിസ്പോസൽ. നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ, വേറെ ആർക്കെങ്കിലും വിൽക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലൊക്കെ ഡിസ്പോസ് ചെയ്യാൻ. സോ അത്തരം ഡിസ്പോസൽ അസറ്റ്സിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ
ഫെയർ വാല്യൂ. എത്രയാണോ അതിന് അറ്റ് പ്രസന്റ് അതിന് എത്ര രൂപയുണ്ട് അത് തന്നെയാണ് എന്ത് അതിൻ്റെ മോണിറ്ററി എമൗണ്ട് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത്. Then the last one, inventory. Inventory പറഞ്ഞാൽ സ്റ്റോക്ക്. സോ ഇൻവെന്ററീസ് റെക്കോർഡ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ്, അതിന് എത്ര കോസ്റ്റ് ഉണ്ട് അത് തന്നെയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ മെഷർമെൻറ്റ് ക്രൈറ്റീരിയാസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു വാട്ട് ഈസ് മെഷർമെൻറ്റ്. മെഷർമെൻറ്റ് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഫിനാൻഷ്യൽ എലമെൻറ്റുകളുടെ മോണിറ്ററി വാല്യൂ, അതിൻ്റെ മൂല്യം, അതിൻ്റെ കറൻസീസിൽ, അതായത് മോണിറ്ററി വാല്യൂ, മോണിറ്ററി എമൗണ്ട് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻ്റെ പേരിൽ പറഞ്ഞത് മെഷർമെൻറ്റ് എന്നുള്ള ഒരു ടേം മീൻ ചെയ്യണത്. ദെൻ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരുപാട് അസറ്റുകളുണ്ട്. ഫിനാൻഷ്യൽ അസറ്റുകൾ ഫെയർ വാല്യൂവിലാണ് കണക്കാക്കുന്നത്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് ഇക്വിപ്മെൻറ്റ്, പർച്ചേസ് കോസ്റ്റ് പ്ലസ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പ്ലസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. തേർഡ് വൺ, ഇൻടാഞ്ചിബിൾ അസറ്റ്, purchase cost plus development cost plus transportation cost plus operating cost ആണ്. Then fourth one, investment properties cost, അതിൽ എന്ത് included ആണ്, transaction cost included ആണ്. Then fifth one, agricultural അല്ലെങ്കിൽ biological asset, അതിൽ ഫെയർ വാല്യൂ കോസ്റ്റ് ടു സെൽ, നമ്മൾ നാളെ വിൽക്കുമ്പോൾ നമുക്ക് ഇൻകർ ചെയ്യുന്ന ചെലവുകൾ കുറയ്ക്കുന്നുണ്ട്. സിക്സ്ത് വൺ, അസറ്റ്സ് ഹെൽഡ് ഫോർ ഡിസ്പോസൽ, ഡിസ്പോസലിന് വേണ്ടി ഹെൽഡ് ചെയ്യുന്നത് ഫെയർ വാല്യൂ. ദെൻ ഇൻവെന്ററി എങ്ങനെയാണ്, അതിൻ്റെ ഒറിജിനൽ കോസ്റ്റും ആണ് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഫെയർ വാല്യൂ എന്താണെന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യല്. ഓക്കെ, യെസ്, നമ്മൾ ഇത്രയും നേരം എന്താ പറയുന്നത് ഫെയർ വാല്യൂ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഫെയർ വാല്യൂ എന്താ, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഫെയർ വാല്യൂ it simply means current market price. ഒരു പർട്ടിക്കുലർ അസറ്റിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, അതായത് ഇപ്പോൾ അതിന് മാർക്കറ്റിൽ എന്ത് മൂല്യമുണ്ട്, എന്ത് വാല്യൂ ഉണ്ട്, എന്ത് പ്രൈസ് ഉണ്ട്, അതിനെ മക്കളെ നമ്മൾ എന്ത് പറയണത് ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് എ അസറ്റ് ഈസ് സെൽ, അതായത് ഒരു അസറ്റ് സെല് ചെയ്യുന്ന പ്രൈസ് ഓർ ലയബിലിറ്റി ഈസ് ട്രാൻസ്ഫേർഡ്, ലയബിലിറ്റി എന്തെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അസറ്റ് സെല് ചെയ്യുന്ന ഒരു പ്രൈസിനെയാണ് ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഈ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ് കേട്ടോ, ഇന്ന് ഇപ്പോൾ എന്താ വില അത്. ഓക്കെ, ഇനി ട്രാൻസാക്ഷൻ കോസ്റ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്, അതായത് നമ്മളിപ്പോൾ വേറൊരാൾക്ക് സെല് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസ് ഇൻകർ ചെയ്യില്ലേ, ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ വേണ്ടി വരില്ലേ, അത്തരം കോസ്റ്റുകളൊന്നും ഇതിൽ എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താ ഫെയർ വാല്യൂ? ഫെയർ വാല്യൂ എന്താ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, ഫെയർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ് ഫെയർ മാർക്കറ്റ് വാല്യൂ. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇന്ന് ഇപ്പോൾ എന്താ വില, അതിനെ നമ്മൾ എന്ത് പറയാം, ഫെയർ വാല്യൂ എന്ന് പറയാം. ഓക്കെ, ആൻഡ് അതിൽ ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ എന്തെല്ലാം ഇൻക്ലൂഡഡ് അല്ല. ആൻഡ് ഫെയർ വാല്യൂ റെലവന്റ് ടു റിലയബിളും കമ്പയറബിളും അണ്ടർസ്റ്റാൻഡബിളുമായിട്ടുള്ള മെഷർമെന്റ് തരുന്നുണ്ട്. ഓരോ ഫിനാൻഷ്യൽ എലമെന്റിന്റെയും ഫ്യൂച്ചർ ഇക്കണോമിക് വാല്യൂ, ഓരോ ഫിനാൻഷ്യൽ എലമെന്റുകളുടെയും ഇക്കണോമിക് വാല്യൂ അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ കൃത്യമായി മെഷർ ചെയ്യാൻ എന്ത് സഹായിക്കുന്നു, ഫെയർ വാല്യൂ സഹായിക്കുന്നു. ഈ മാർക്കറിന് ഏറ്റവും മിനിമം ഒരു എക്സാമ്പിൾ ആണ് ഈ മാർക്കറിന് ഇന്ന് മാർക്കറ്റിൽ എന്ത് വാല്യൂ ഉണ്ട്, ഇപ്പോൾ 10 രൂപ. സോ അതാണ് ഫെയർ വാല്യൂ. ഓക്കെ, ഇതിൽ അല്ലെങ്കിൽ നമ്മൾ ഇത് വാങ്ങുന്ന കാലത്ത് 5 രൂപയായിരുന്നു, അന്ന് 6 രൂപയായിരുന്നു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇനിയിപ്പോൾ നാളെ ഞാൻ ഒരാൾക്ക് സെല് ചെയ്യുമ്പോൾ ഞാൻ 11 രൂപയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ 11 അങ്ങനെയൊന്നുമല്ല, ഇപ്പം എന്താണോ പ്രൈസ് അതാണ് ഫെയർ വാല്യൂ എന്നുള്ളതിൽ പറയുന്നത്. സോ ഫെയർ വാല്യൂ ഇതിന് സഹായിക്കുന്നുണ്ട്, റെലവൻ്റ് ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള, കമ്പയറബിൾ ആയിട്ടുള്ള ഈ ഫിനാൻഷ്യൽ എലമെന്റ്സിന്റെ ഇക്കണോമിക് വാല്യൂ മെഷർ ചെയ്യാൻ എന്ത് സഹായിക്കുന്നു, ഫെയർ വാല്യൂ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കാൻഡ് പ്രൊവൈഡ് സച്ച് മാർക്കറ്റ് വാല്യൂ ഓഫ് എൻ അസറ്റ്. ഒരു അസറ്റിന്റെ മാർക്കറ്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന് പറ്റില്ല, ഇല്ലല്ലോ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പറഞ്ഞാൽ എന്താ, ഈ മാർക്കർ ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം വാങ്ങി അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത് വാങ്ങി 10 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ 10 ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇന്ന് ഇതിന് മാർക്കറ്റിൽ 15 ആണെന്നുണ്ടെങ്കിൽ 15 ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് റെലവൻ്റ് ആയിട്ടുള്ളത് ഏതാ, ഫെയർ വാല്യൂ അല്ലേ, അല്ലെങ്കിൽ രണ്ട് പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാ നല്ലത്, ഫെയർ വാല്യൂ അല്ലേ, റിലയബിൾ ആയിട്ടുള്ളത് അതാണ്. സോ
നമ്മൾ പറയുന്നത് ഫെയർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് നമുക്ക് ഇത്രയും അക്യുറേറ്റ് ആയിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓരോ ഫിനാൻഷ്യൽ എലമെന്റ്സിന്റെ മോണിറ്ററി വാല്യൂനെ റെലവൻറ്റ്, റിലയബിൾ, കമ്പാരബിൾ, അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫെയർ വാല്യൂ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. മെഷർമെന്റ് എന്താ, ഫെയർ വാല്യൂ എന്താണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.